പാചകത്തൊഴിലാളികളെ വരെ വഞ്ചിച്ച അന്തംകമ്മി സർക്കാർ. ആശന്മാർക്ക് പിന്നാലെ അതിജീവന സമരവുമായി 500-ലധികം സ്കൂൾ പാചകത്തൊഴിലാളികൾ ഇതാ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലായി രാപകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ സമരമാർഗത്തിലേക്ക് നീങ്ങിയതെന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സ്കൂൾ പാചകത്തൊഴിലാളികളാണ് ഇന്നത്തെ സമരത്തിനിവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ 10-15 വർഷം 20 വർഷം 30 വർഷമൊക്കെ ജോലി ചെയ്ത തൊഴിലാളികളാണ് ഇന്നിവിടെ ഈ സമരത്തിന് വന്നിട്ടുള്ളത്. അപ്പം നമ്മളൊരു 4 വർഷത്തിലധികമായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്തിന് ശമ്പളം കിട്ടാറില്ല. ഒരു ജൂണിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശമ്പളം കിട്ടുന്നത് 3 മാസം കഴിയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് കുറച്ച് പൈസ തരിക. അതിൽ നിന്ന് 1000 രൂപ വെച്ച് പിടിക്കുക. അത് കുറേ കഴിയുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ തരിക. നമ്മളിത് കിട്ടിയിട്ട് ജീവിക്കുന്ന തൊഴിലാളികളാണ്. ഇതിൽ ഒരുപാട് വയസ്സായ അമ്മമാരുണ്ട്, അതുപോലെ വിധവകളുണ്ട്. അവർ മാത്രം പണിയെടുത്ത് നിൽക്കുന്ന കുടുംബത്ത് അവരുടെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഒരു ആനുകൂല്യങ്ങൾ ഒന്നുമില്ല, ഒരു ഇൻഷുറൻസ് ഇല്ല. നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഒരു അപകടം വന്ന് മരിച്ചു വീണാൽ പോലും യാതൊരു വിധ പരിഗണനയും നമുക്കില്ല. കാരണം അവിടെ കിടന്ന് മരിക്കുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാചകത്തൊഴിലാളി അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പോലും ആരും അന്വേഷിക്കാൻ ഈ സർക്കാരും ഇല്ല, ആരുമില്ല, സ്കൂളുകാരും ഇല്ല, ആരുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിന് പോകും. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒന്ന് സർക്കാർ ജീവനക്കാരായിട്ട് ഒരു അംഗീകരിക്കുക. ഞങ്ങൾ ഇത്രയും വർഷം ജോലി ചെയ്ത് വെറുതെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഉണ്ട്. അപ്പോൾ അവരെ മിനിമം വേജസിൽ നിന്ന് ഒഴിവാക്കി നമുക്ക് ഒരു 500 കുട്ടികൾക്ക് ഒരു തൊഴിലാളിയാണ്. അപ്പോൾ 500 കുട്ടികൾക്ക് എന്തായാലും ഞങ്ങൾക്ക് ഒരാൾക്ക് ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 600 രൂപ വേതനം കിട്ടുന്ന ഞങ്ങൾ ഒരാളെയും കൂടെ പകരം വെച്ച് ആ 600 ഭാഗിച്ച് 300 രൂപ വേതനത്തിനാണ് ഈ ജോലി ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് പോയാൽ വൈകിട്ട് 5 മണി വരെ കഷ്ടപ്പെട്ടാൽ ആ തൊഴിലാളിക്ക് കിട്ടുന്നത് 300 രൂപയാണ്. ആ 300 രൂപ കിട്ടണത് വല്ല കാലത്തും. അപ്പം നമുക്ക് ഒരു തരത്തിലും യോജിച്ച് പോകാൻ പറ്റില്ല. ഞങ്ങൾ സ്കൂൾ ജീവനക്കാരായിട്ട് ഞങ്ങളൊരു സർക്കാരിലേക്ക് ഒന്ന് അംഗീകരിക്കുക. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം, ഒരു അപകടം പറ്റും, ഒരു ഇൻഷുറൻസോ ഒരു ഗ്രാറ്റുവിറ്റിയോ എന്തെങ്കിലും ഒരു ആനുകൂല്യം തന്ന് ഞങ്ങളെ ഒന്ന് അംഗീകരിക്കണം എന്നൊരു സർക്കാരിനോടൊരു ആവശ്യമായിട്ട് 5 ദിവസ സമരം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ 5 ദിവസം ഈ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആ സമരം ഞങ്ങൾ വിജയിപ്പിക്കും. ഞങ്ങളിവിടെ ഇരിക്കും. ഞങ്ങളൊരു എന്താ പറയുക, ഞങ്ങളുടെ സങ്കടം സർക്കാരിനെ കാണിക്കാൻ വേണ്ടി മാത്രം. എൻ്റെ പേര് ശോഭനകുമാരി. കഴിഞ്ഞ 25 വർഷമായിട്ട് ചെങ്ങമനാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പാചകം ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്നും തരാനായിട്ട് ഇതേവരെ ഗവൺമെൻറ് തയ്യാറാവണില്ല. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളുമില്ല. ഞങ്ങൾക്കിപ്പോൾ എല്ലാ മാസവും ശമ്പളവും കിട്ടുന്നില്ല. ഇപ്പോൾ പൈസയൊക്കെ കുടിശ്ശികയായിട്ടിട്ടേക്കുവാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥ വരെ എത്തിയേക്കുവാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ സമരത്തിന് തന്നെ ഇറങ്ങിയേക്കുന്നത്. പലതവണയായി സമരം ചെയ്യണേ. അപ്പം 3 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ 1 മാസം പൈസയൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്കും ജീവിക്കണ്ടേ. ലക്ഷങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കാനുണ്ട് ഗവൺമെൻറ്റിന്. ഞങ്ങൾക്ക് ഈ നിസ്സാര പൈസ തരാൻ മാത്രമേ അവർക്ക് പൈസ ഇല്ലാണ്ടുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ? കുട്ടികളും എല്ലാവരും ഉള്ളതാണ്. അസുഖങ്ങളൊക്കെ വന്നാൽ ഒന്ന് ആസ്പത്രി പോകാൻ പോലും വല്ലവരോടൊക്കെ കടം വാങ്ങിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഇതാണ് ഞങ്ങളുടെയൊക്കെ ജീവിത രീതി. ഞങ്ങൾക്ക് അതാത് മാസം പൈസ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാനും നിവർത്തിയുള്ളൂ. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തതാണ്. ഇതിന് കിട്ടിയിട്ട് വേണം ജീവിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ് പരിഹരിച്ച് ഞങ്ങൾക്ക് തരണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. ഞാൻ 13 വർഷമായി സർക്കാർ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ വേതനം തരുന്നത് 600 രൂപയാണ്. 500 കുട്ടികൾക്ക് ഒരു പാചകക്കാരെന്ന നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷെ നമുക്ക് 500 കുട്ടികൾക്കെന്ന് പറയുമ്പോൾ എത്ര സാധനങ്ങൾ അരിയലും ഭക്ഷണത്തിൽ പാചകം ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും ഞങ്ങൾ 250 പേർക്ക് ഒരാളെന്ന നിലയിൽ പോകാനാണ് ഞങ്ങൾ സർക്കാരിനോട് പറയുന്നത്. പിന്നെ നേരെ ചൊവ്വയല്ല നമുക്ക് ശമ്പളം തരുന്നത്. 3 മാസം കൂടുമ്പോഴാണ് 1 മാസത്തെ ശമ്പളം നമുക്ക് തരുന്നത്. ഇപ്പോൾ സ്കൂള് പൂട്ടിയിട്ട് മാർച്ചിൽ പൂട്ടി പോകുന്നതാണ്. പിന്നെ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ശമ്പളം തന്നത് ജനുവരിയിൽ നമ്മൾ പെരുന്നാളായപ്പോൾ തന്നു. ഫെബ്രുവരി മാർച്ചിൽ അത് കഴിഞ്ഞ് ഇപ്പോഴാണ്. നമ്മളും ജീവിക്കണ്ടേ. നമ്മളും കുട്ടികളും ഭർത്താവും അമ്മയും അച്ഛനും ഇവരെയൊക്കെ നോക്കണ്ടേ. നമുക്ക് ഏറ്റവും താഴെക്കിടയിൽ വേതനം കിട്ടുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്കും നേരെ ചൊവ്വ സർക്കാരിന് ശമ്പളം തരാമല്ലോ. കുട്ടികളെ പഠിപ്പിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും വീട്ടിലേക്കും
അപ്പോൾ അതിനൊക്കെ സർക്കാർ നടപടി എടുക്കണം. ഈ തമിഴ്നാട് സർക്കാർ കൊടുക്കണ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ പത്രത്തിലും ഇതിലൊക്കെ വായിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ നമുക്കും ഒരു സർക്കാർ സ്കൂളിലെ ജീവനക്കാരെയെങ്കിലും സർക്കാരായിട്ട് അംഗീകരിക്കണം. സർക്കാർ പാചകക്കാർ തൊഴിലാളികളെ അംഗീകരിക്കണം നമുക്ക്. പിന്നെ ശമ്പളം തന്നെ 1000 രൂപ പിടിച്ചിട്ടാണ് അവർ തരുന്നത്. അത് അവർക്ക് തോന്നണ പോലെ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ നമുക്ക് തരുന്നത്. കുട്ടികൾക്ക് നമ്മൾ നല്ല ആത്മാർത്ഥതയോടു കൂടിയാണ് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതും എല്ലാം ചെയ്യണതും. ആ ഒരു ആത്മാർത്ഥത നമുക്ക് സർക്കാരിൽ നിന്ന് ഇതുവരെ കിട്ടുന്നില്ല. അതിനാണ് നമ്മളിപ്പോൾ ഈ രാപ്പകൽ സമരം തുടങ്ങിയേക്കുന്നത്. പിന്നെ നമ്മൾ ഈ മിനിമം വേതനം ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിയപ്പോഴും നമുക്ക് വേതനത്തിൻ്റെ 50 രൂപ കൂട്ടി തന്നിട്ട് ഇന്ന് വരെ അതൊന്നും യാതൊരു നടപടിയില്ല. പിന്നെ MLA നമ്മുടെ പ്രതിനിധികളൊക്കെ നിയമസഭയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രി പറയണത് എല്ലാ മാസവും 12,000 രൂപ. അതിൻ്റെയൊക്കെ ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല നമ്മൾക്ക്. പിന്നെ ഞങ്ങൾ പറയണത് 500 പേർക്ക് 2 പാചകക്കാർ വേണം. എന്നാൽ അതിന് വേണ്ട ജോലികളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അത് സർക്കാർ സ്കൂളിലോ ഏത് സ്കൂളിൽ ചെന്ന് നോക്കിയാലും നമുക്കറിയാൻ പറ്റും എന്തെല്ലാം ജോലികൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പം മിനിമം വേതനത്തിൽ നിന്നും നമ്മൾ സർക്കാർ അംഗീകരിക്കാനും നമുക്കൊരു PF ഒരു ഇൻഷുറൻസോ, ഇപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പൊള്ളലേറ്റാലോ എന്തായാലും നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇത്രയും പേർക്ക് അരിഞ്ഞും വെച്ച് വിളമ്പാനൊക്കെ നമുക്ക് ആളുകൾ പോരാ. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നാണ് ഒരു മിനിമം പൈസ വേറൊരാൾക്ക് കൊടുത്ത് ആരെങ്കിലും നിർത്തിയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പൈസയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 600 രൂപ എന്നുള്ളതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വേതനം തരാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സർക്കാർ കണ്ണും കാതും തുറന്ന് ഇത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ 2 ആളും തൊഴിലാളികളാണ്. അപ്പം ഇന്ന് ഞങ്ങളിവിടെ ഈ രാപ്പകൽ സമരമാണ് 1-ാം ദിവസം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് 500 പേരെ പങ്കെടുപ്പിക്കുമെന്ന വ്യവസ്ഥയോടെയാണ് ആ സമരം തുടങ്ങിയതിൻ്റെ ഒരു കാര്യം തന്നെ നമ്മുടെ ഈ ജോലിക്ക് നമുക്കൊന്നാമത് സ്ഥിരതയില്ല. ഒരു സ്കൂളിലാണെങ്കിലും ഒരു അധ്യാപകർക്കാണെങ്കിലും PTA-ക്കാണെങ്കിലും നമ്മളെ എടുത്ത് മാറ്റാൻ ഒരു അധികാരമുണ്ട് എന്നൊരു നിലവിലാണ് നമ്മുടെ ജോലിയുടെ ഒരു സ്ഥിരത നിൽക്കുന്നത്. സ്ഥിരതയില്ല ജോലിക്ക്. ആർക്ക് വേണേലും നമ്മളെ പറിച്ചു മാറ്റാം. അതുപോലെ 40 വർഷം 30 വർഷം 35 വർഷം ജോലി ചെയ്ത തൊഴിലാളികൾ ഇന്നിപ്പോൾ അവരൊക്കെ 80ഉം 85ഉം 70ഉം വയസ്സ് പ്രായമായി. അവരൊക്കെ ഈ വർഷം നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇപ്പം ഒന്നുമില്ലാതെ പടിയിറങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായ കാര്യം ഈ നല്ല ജീവിതകാലം മുഴുവൻ നല്ല പ്രായം മുഴുവൻ ഗവൺമെൻറ്റിന് വേണ്ടി സേവനം ചെയ്തിട്ട് ഈ വാർദ്ധക്യത്തിൽ ഒരു ആശ്രയവുമില്ലാതെ വെറും കൈയോടെ ഇറങ്ങി പോകേണ്ടി വരുന്ന ഈ അമ്മമാർക്ക് ഒരു റിട്ടയർമെൻറ്റ് ആനുകൂല്യം അത് കിട്ടിയേ മതിയാവും. കാരണം ഇല്ലെങ്കിൽ നാളെ ഒരു കുടുംബങ്ങളിൽ പോലും തഴയപ്പെടും. ഇത്രയും കാലം ജോലി ചെയ്തതും വളർത്തിയതും നമ്മൾ ചെലവഴിച്ചതും ഒന്നും ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം വെച്ച് അതിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല. ഇനി വീട്ടിലിരിക്കുമ്പോഴാണ് അവർ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വിരമിക്കൽ ആനുകൂല്യം കർശനമായിട്ടും ആവശ്യമാണ്. ഒരു 5 ലക്ഷം രൂപയെങ്കിലും തന്ന് ഞങ്ങളെ വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ ഈ 4 വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന യാതന, കൃത്യമായിട്ട് ശമ്പളമില്ല. ഇതിപ്പം ഈ ഒരു ജോലി ഇത്രയും വർഷക്കാലം കൊണ്ട് ചെയ്ത് കുടുംബത്തിൻ്റെ ഭദ്രത, ഈ ഒരു വരുമാനം സ്ഥിര വരുമാനമാണിത്. അപ്പോൾ ഈ വരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ പാചക തൊഴിലാളിയുടെ കുടുംബത്തിൻ്റെ നെടുന്തൂണായിട്ട് നിന്ന് ഓരോ കാര്യങ്ങളും നടത്തിപ്പോകുന്നത്. അത് കടങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ തുക കൃത്യമായി കിട്ടുമ്പോൾ അത് ആ കടം യഥാസമയങ്ങളിൽ വീട്ടിക്കൊണ്ടാണ് ഈ അമ്മമാർ ആ കുടുംബത്തെ കടബാധ്യത ഒഴിവാക്കിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ സാധിച്ച് കുട്ടികളെ പഠിപ്പിക്കുക, മെയിൻ്റനൻസുകൾ ചെയ്യുക, അതുപോലെ തന്നെ രോഗാവസ്ഥയിലുള്ളവരെ ചികിത്സിക്കുന്നതെല്ലാം അവർ ഈ ഒരു ശമ്പളത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് ഇല്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ തന്നെ നിലനിൽപ്പില്ലാതെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ തന്നെ അധപതനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ശമ്പളം കൃത്യസമയത്ത് കിട്ടിയേ തീരും. അതുപോലെ നമ്മുടെ ഈ മിനിമം വേജ് 4 വർഷമായിട്ട് 7 വർഷമായിട്ട് അത്
നടത്തി തരുന്നില്ല. ആ മിനിമം വേജ് നടത്തി തന്നേ പറ്റൂ. റിട്ടയർമെൻ്റ് ആനുകൂല്യം, അതുപോലെ നമ്മുടെ ജോലിക്കൊരു സ്ഥിരത കിട്ടണമെങ്കിൽ നമ്മളെ സ്കൂൾ ജീവനക്കാരായി ഗവൺമെൻറ് അംഗീകരിച്ചേ പറ്റൂ. ഇപ്പം വിരമിക്കുന്നവർ പോട്ടെ, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇതൊരു ജീവിതമാർഗമായി ഒരു തൊഴിലായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഈ സമരത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. സ്കൂൾ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന തൊഴിലാളികൾ വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ 5 ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ ഈ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. പ്രധാനമായും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതനവും അവരുടെ ജോലി സ്ഥിരതയും അതുപോലെ ജോലി ഭാരവുമാണ് ഇതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന ഈ പദ്ധതി. എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേരളം ഏറ്റവും നല്ല രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. നിരന്തരമായി തൊഴിലാളികൾ ഇവിടെ നടത്തിയ സമരങ്ങളും AITUCയുടെ കേരള സംസ്ഥാന കമ്മിറ്റി നടത്തിയ പ്രക്ഷോഭങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളികൾക്കൊരു മിനിമം വേതനം കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആശ, അംഗനവാടി, അതേപോലെ തന്നെയാണ് സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികളെയും നോൺ ഫീഡിംഗ് തൊഴിലാളികൾ എന്നാണ് കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മിഡ് ഡേ മീൽസ് തൊഴിലാളികൾ, ഇവർക്ക് തൊഴിലാളികൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ഇവരെ വെറും സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു ചെറിയ തുക, ഒരു ആശ്വാസധനമായി ഒരു ഓണററിയം പോലെയാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ചെറിയ തുകയെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾ നിരന്തരമായി സമരം നടത്തിയതിൻ്റെ ഫലമായി അത് വർദ്ധിപ്പിക്കാനും കേരളത്തിൽ മിനിമം കൂലി പട്ടികയിൽ ആ ഷെഡ്യൂളിൽ ഇവരെ ഉൾപ്പെടുത്തി മിനിമം വേതനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തു. എന്നാൽ ആ തീരുമാനത്തെ പോലും കേന്ദ്ര ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം പിന്നീട് ഉണ്ടായി. അതുകൊണ്ട് ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ഡിമാൻഡ്, അത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡാണ്. ആശ, അംഗനവാടി, സ്കൂൾ പാചക തൊഴിലാളികളെ, ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം. തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഇവരെ മിനിമം വേജസിൻ്റെ ഷെഡ്യൂളിൽ നമുക്ക് ഉൾപ്പെടുത്താനും നിയമാനുസൃതമായുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. പിരിഞ്ഞു പോകുമ്പോൾ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ആ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഡിമാൻഡാണ് ഞങ്ങൾ ശക്തമായി ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നിരന്തരമായി പാർലമെൻറ്റ് മാർച്ചുകളും ഇതുപോലുള്ള സമരങ്ങളിലൂടെ ഉയർത്തുന്നത്. 26,000 രൂപയായി ഈ തൊഴിലാളികളുടെ, സ്കീം തൊഴിലാളികളുടെ, അത് സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികളായാലും ആശ, അംഗനവാടി വർക്കേഴ്സായാലും അവർക്ക് എല്ലാവർക്കും 26,000 രൂപയായി അവരെ മിനിമം കൂലി ഉയർത്തണം. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ ഡിമാൻഡ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട തുക കേന്ദ്ര ഗവൺമെൻറ് നൽകണം, സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന തുക സംസ്ഥാന ഗവൺമെൻറ് ഉയർത്തണം. അങ്ങനെ ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണം. സ്കൂൾ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ലവണ്ണം നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത്രയും നല്ല രീതിയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അപ്പോൾ ഒരു വിദ്യാലയത്തിൽ 200 മുതൽ 300, 400, 500 വരെ കുട്ടികൾക്കൊരു തൊഴിലാളി എല്ലാ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കഠിനാധ്വാനമാണ്. ഒരു തൊഴിലാളിക്ക് അസാധ്യമായ ജോലിഭാരമാണ്. അതുകൊണ്ടാണ് 100 തൊഴിലാളി ഏതെങ്കിലും ഒരു കണക്ക് നിശ്ചയിച്ച് ഒന്നും കൂടി അതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠിച്ച്, നേരത്തെ ഗവൺമെൻറ് അത് സമ്മതിച്ചിരുന്നതാണ്. സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ എത്ര കുട്ടികൾക്ക് എത്ര തൊഴിലാളി, അത് കൃത്യമായൊരു ശാസ്ത്രീയ അടിത്തറയുടെ പേരിൽ നിശ്ചയിക്കണം. അപ്പോൾ ഇന്ന് 500 തൊഴിലാളിക്കൊരു തൊഴിലാളിയാണ്, 500 കുട്ടികൾക്കൊരു തൊഴിലാളിയാണ് ഉച്ചഭക്ഷണം പാചകം ചെയ്ത് നൽകുന്നത്. അവിടെ 4ഓ 5ഓ തൊഴിലാളികളെ നിശ്ചയിക്കാൻ കഴിയും. അങ്ങനെ ഈ വേതനം, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും.
തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വേതനവും ലഭിക്കും. ഏറ്റവും നല്ല രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി ഇനിയും നമുക്ക് വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ ഡിമാൻഡുകളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത്. കൃത്യമായി എല്ലാ മാസവും ഇവരുടെ വേതനം കൊടുക്കണം. പലപ്പോഴും കുടിശ്ശിക ഉണ്ടാകുന്നു. കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര സർക്കാർ ഒരു ചെറിയ തുകയാണ് കൊടുക്കുന്നതെങ്കിലും അത് കൃത്യമായി ഒരു കാലത്തും നൽകാറില്ല, കുടിശ്ശികയാണ്. അതുകൊണ്ട് അങ്ങനെ കുടിശ്ശിക ഉണ്ടാവരുത്. കൃത്യമായി എല്ലാ മാസവും പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കിട്ടണം. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ 5 ദിവസം ഇവിടെ ഞങ്ങളുടെ തൊഴിലാളികൾ ഈ രാപ്പകൽ സമരത്തിൽ ഞങ്ങളുടെ സഹോദരിമാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമരം വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സമരഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ ഭരണശിലാകേന്ദ്രത്തിന്റെ മുൻവശം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ പാചക തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20,000-ഓളം പാചക തൊഴിലാളികളടക്കം രാജ്യത്തെ 26 ലക്ഷം വരുന്ന സ്കൂൾ പാചക തൊഴിലാളികളുടെ ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ യാതനകൾക്ക്, ദുരിതങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന ഘടകം, അടിസ്ഥാനപരമായിട്ടുള്ള കാരണം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നയപരിപാടികളാണ്. നമ്മുടെ രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്. സംസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും പണിയെടുക്കുന്ന ജീവനക്കാരുണ്ട്. ഈ നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെന്റ് ഉച്ചഭക്ഷണ പദ്ധതി രാജ്യത്ത് കൊണ്ടുവരുന്നത്. ഈ പദ്ധതിയുടെ പിറവിയോടുകൂടി തന്നെ രാജ്യത്ത് ലക്ഷക്കണക്കായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകളെ കൂലിയില്ലാതെ രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾക്ക് അതീതമായി പണിയെടുപ്പിക്കാനുള്ള, ചൂഷണം ചെയ്യാനുള്ള കറകളഞ്ഞ ഉപാധികളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിക്കുന്നത്. ആ ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് പാചക തൊഴിലാളികളെ ജീവനക്കാരായോ തൊഴിലാളികളായിട്ടോ അംഗീകരിക്കാതെ അവര് സന്നദ്ധ പ്രവർത്തകരാണ് എന്ന് പറയുന്ന ഒരു ചാപ്പ അവർക്ക് മേൽ കുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്. അടിസ്ഥാനപരമായി ആ നിലപാട് നിൽക്കുവോളം കാലം കേരളത്തിലെ ആയാലും രാജ്യത്തെ ആയാലും പാചക തൊഴിലാളികളുടെ ചൂഷണ വിമുക്തമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം സംജാതകമാവുക പ്രയാസമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കേരളത്തിന്റെ ഗവൺമെന്റ്, രാജ്യത്തിനാകെ എന്നും മാതൃകയായിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് സ്കൂൾ പാചക തൊഴിലാളികളോട് പരമാവധി കാരുണ്യപരമായിട്ടുള്ള, ഉദാരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് മാത്രം അവകാശപ്പെടുന്നതായി അതിനെ ചുരുക്കി കാണിക്കുന്നത് ശരിയല്ല. 2010 സ്കൂൾ പാചക തൊഴിലാളികളുടെ കൂലി കേവലം 100 രൂപയായിരുന്നു ദിവസക്കൂലി. തുടർന്ന് വന്ന ഗവൺമെന്റ് അന്ന് UDF ഗവൺമെന്റ് ആയിരുന്നു. ആ UDF ഗവൺമെന്റ് 5 വർഷക്കാലവും പാചക തൊഴിലാളികളുടെ വേതനത്തിൽ 50 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ചൂഷണത്തിൽ നിന്ന് വിമുക്തമായി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം. രണ്ടാമത് വന്ന കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പണിയെടുക്കുന്ന ഉച്ചഭക്ഷണ തൊഴിലാളികൾക്കാകെ പ്രതീക്ഷയും പ്രത്യാശയും പകർന്നുകൊണ്ട് ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലൂടെ മുന്നോട്ട് പോയി. 5 തവണയും കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് പാചക തൊഴിലാളികൾക്ക് 50 രൂപ വീതം വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നാമമാത്രമായിട്ടുള്ള കേവലം 1000 രൂപ മാത്രം കൊടുത്ത് തൊഴിലാളികളെ പണിയെടുക്കുന്ന ചൂഷണ സാഹചര്യത്തിന് അതീതമായി ഈ കേരളത്തിന്റെ മണ്ണിൽ തൊഴിലാളി വർഗ നിയമനിർമ്മാണങ്ങൾക്ക് പുകൾപ്പറ്റ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അവർക്ക് 10 തവണയും 50 രൂപ വർദ്ധിപ്പിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ, ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ, ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികൾക്ക് മിനിമം കൂലി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ആദ്യമായി മാതൃകാപരമായിട്ടുള്ള ഒരു നയം കൊണ്ടുവന്നു. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അടിസ്ഥാന കൂലി, അവർക്ക് സർവീസിനനുസരിച്ച് വെയിറ്റേജ്, അവർക്ക് DA, മുട്ടയും പാലും പാകം ചെയ്യുന്നതിന് കൂടുതൽ വേതനം, അങ്ങനെ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന അടിമപ്പണി, 500 കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളിയെ കൊണ്ട് പണിയെടുക്കുന്ന അടിമപ്പണി അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഗവൺമെന്റ് 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളി എന്നുള്ള വ്യവസ്ഥയുമായി മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. ആ മിനിമം വേജസ് നോട്ടിഫിക്കേഷന് പുറമെ സ്കൂൾ
സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ESIയും PF നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു. ആ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ പ്രതീക്ഷയുടെ നെറുകയിൽ കൊണ്ടിരുത്തിയ സമയത്താണ് ഈ രണ്ടാം ഊഴം ഗവൺമെന്റ് വരുന്നത്. തുറന്നു പറയട്ടെ, ഞങ്ങൾ അത് പറയാതെ ഈ സമരം ഇവിടെ നടത്തുന്നതിന് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ടും ഇടതുപക്ഷത്തിന്റെ നയത്തിന് ചേരാത്തതായതുകൊണ്ടും AITUCയുടെ നയത്തിന് ചേരാത്തതായതുകൊണ്ടും ആ നയപരിപാടികൾ ഈ പാചക തൊഴിലാളികളെ തെരുവിലിറക്കാൻ സമരരംഗത്തിറക്കാനുള്ള കാരണമായി എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം വിശദീകരിക്കാതെ ഞങ്ങൾ എങ്ങനെ കടന്നുപോകും? കഴിഞ്ഞ തവണ മിനിമം കൂലി കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 4ാം വർഷം ആഘോഷിക്കുകയാണ്. ഈ 4 വർഷവും 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നയാ പൈസയുടെ വർധനവ് ഈ സ്കൂളുകളിൽ 12:15 ആവുന്നതിന് മുമ്പേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നെട്ടോട്ടമോടി കഠിനാധ്വാനം ചെയ്ത് നാടുവൊടിഞ്ഞ തൊഴിലാളികൾക്ക് ഇതിനു മുൻപുള്ള 2 ഗവൺമെന്റുകളും 10 വർഷവും 50 രൂപ വീതം കൊടുത്ത ചരിത്രം അഭിശപ്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് നയാ പൈസ വർദ്ധിപ്പിക്കാതെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിച്ചു. പണിയെടുത്തവന് കൂടി കൊടുക്കുന്ന വ്യവസ്ഥ അവസാനിപ്പിച്ചു. കേരളത്തിന്റെ മണ്ണിൽ 1 മാസം പണിയെടുത്താൽ പിറ്റേ മാസം 5-ാം തീയതി കൂലി കൊടുക്കണം. ഈ രാജ്യത്ത് മിനിമം വേജസ് ആക്ടും പേയ്മെന്റ് വേജസ് ആക്ടും നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് മറ്റുള്ളവർ നിയമം ലംഘിച്ചാൽ അത് തിരുത്തേണ്ട ഗവൺമെന്റ് നിയമലംഘനത്തിന്റെ മാതൃകയായി മാറുന്ന സാഹചര്യം വന്നു. കഴിഞ്ഞ 4 വർഷക്കാലമായി ഉച്ചഭക്ഷണ തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണിയാണ്, അല്ലെങ്കിൽ അർദ്ധപ്പട്ടിണിയാണ്. എല്ലായിടത്തു നിന്നും കടം വാങ്ങുകയാണ്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. കടം വാങ്ങിയതിന് കൊടുക്കാൻ പറ്റാതെ മുങ്ങി നടക്കുന്ന, നാണം കെട്ട് നടക്കുന്ന തൊഴിലാളികളായി ഈ തൊഴിലാളികളെ അധപ്പതിപ്പിച്ചു ഈ ഗവൺമെന്റ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്.